നമ്മളെപ്പോഴും ഈ പാകിസ്ഥാന്റെ ജിയോഗ്രഫിക്കൽ അഡ്വാൻറ്റേജിനെ കുറിച്ച് സംസാരിക്കാറുണ്ട്. ഒരു വശത്ത് ഇന്ത്യ, ഒരു വശത്ത് ഇറാൻ, അതുപോലെ അഫ്ഗാനിസ്ഥാൻ, പിന്നെ ചൈന, ഇങ്ങനെ ഈ രാജ്യങ്ങളുമായിട്ടെല്ലാം തന്നെ അതിർത്തി പങ്കിടുന്ന പാകിസ്ഥാൻ. അറബിക്കടല് അഭിമുഖമായിട്ട് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം സ്ഥിതി ചെയ്യാണ്. അവർക്ക് സമുദ്ര അതിർത്തിയുമുണ്ട്. അതൊരു ലാൻഡ് ലോക്ക്ഡ് ആയിട്ടുള്ള ഒരു രാജ്യമല്ല. അപ്പൊ എല്ലാ അർത്ഥത്തിലും ഈ ഒരു രാജ്യം അമേരിക്കയെ പോലത്തെ ലോകത്തെ ഒരു പ്രധാനപ്പെട്ട ശക്തിക്ക് എന്നും താല്പര്യമുള്ള ഒരു രാജ്യം തന്നെയായിരിക്കും. ഒരുപക്ഷെ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിൽ ബ്രിട്ടന്റെയും അമേരിക്കയുടെയും ഒക്കെ പങ്ക് നമുക്ക് അവിടെയാണ് സംശയിക്കാൻ കഴിയുന്നത്. കാരണം അവർക്ക് സ്വാധീനമുള്ള ഒരു രാജ്യത്തെ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിലൂടെ അവർ ക്രിയേറ്റ് ചെയ്തെടുത്തോ എന്ന് പോലും നമുക്ക് തോന്നിപ്പോവും. എന്തായാലും ഈ പാകിസ്ഥാൻ എത്ര കാലം ഇതുപോലെ നിലനിൽക്കുമെന്നത് ഇനിയൊരു വലിയ സംശയമായിട്ട് മാറുകയാണ്. കാരണം അമേരിക്ക പതിയെ പതിയെ പൂർണ്ണമായി പാകിസ്ഥാനെ കൈപ്പിടിയിൽ ഒതുക്കാൻ പോകുന്നു എന്ന് തന്നെയാണ് വ്യക്തമാവുന്നത്. ഇതിന് കൂടുതൽ ബലമേകുന്ന ഒരു സംഭവം ഏതാണ്ട് 1-2 ദിവസം മുമ്പ് പുറത്തു വന്നിട്ടുണ്ട്. ഇറാനാണ് ഇങ്ങനെ ഒരു കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്. പാകിസ്ഥാനിൽ സൈനിക താവളത്തിനായിട്ട് അമേരിക്ക ഒരു നീക്കം നടത്തുന്നുണ്ട് എന്നാണ് ഇറാൻ ഒരു ആരോപണമായിട്ട് ഉന്നയിച്ചത്. അതായത് വലിയൊരു സൈനിക താവളം സ്ഥാപിക്കാൻ അമേരിക്ക ഒരുങ്ങുന്നുവെന്നും ഇറാന്റെ തുറമുഖ നഗരമായ ചാമ്പഹാറിനും പാകിസ്ഥാനിൽ ചൈനയുടെ നിയന്ത്രണത്തിലുള്ള ഗ്വാദർ തുറമുഖത്തിനും മധ്യേ ഒരു സൈനിക താവളം സ്ഥാപിക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നത് എന്നുമാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഇറാനാണ് ഇത് പുറത്തുവിട്ടത്. ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ഖമേനിയയുടെ ഉപദേഷ്ടാവ് അലി അക്ബറാണ് ഈ കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്. മേഖലയിൽ വ്യാപാര, വാണിജ്യ, ഊർജ മേഖലകളിൽ ചൈനയ്ക്കുള്ള ആധിപത്യത്തെ തടയിടുക, സൈനിക താവളം ഒരുക്കുന്നതിലൂടെ ഇന്ത്യയുടെ മേലും ഒരു കണ്ണു വയ്ക്കാൻ കഴിയുമെന്നാണ് അമേരിക്ക കരുതുന്നത്. ഇതിനായിട്ട് വലിയ സമ്മർദ്ദങ്ങൾക്ക് അമേരിക്ക തുടക്കം കുറിച്ചിരിക്കുന്നുവെന്നാണ് ഇപ്പോൾ ഇറാൻ വെളിപ്പെടുത്തുന്നത്. ദക്ഷിണ ഇറാനിലെ സിസ്താൻ ബലോചിസ്ഥാൻ പ്രവിശ്യയിലാണ് ചാമ്പഹാർ തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ നിയന്ത്രണത്തിലുള്ള ഒരു തുറമുഖമാണിത്. അപ്പോൾ ഈ തുറമുഖത്തിൽ ഇന്ത്യ ഇതിനോടകം തന്നെ വലിയ ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് സെൻട്രൽ ഏഷ്യയിലേക്കുള്ള നമ്മുടെ ചരക്ക് നീക്കത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു ഗേറ്റ് വേ കൂടിയാണ് ഈ തുറമുഖം. ആ തുറമുഖത്തിനടുത്ത് അതോടൊപ്പം തന്നെ പാകിസ്ഥാന്റെ ഗ്വാദർ തുറമുഖം, ഇത് ചൈനയുടെ ചരക്ക് നീക്കം നടക്കുന്ന തുറമുഖമാണ്. ഇതിന് രണ്ടിനും മധ്യഭാഗത്തായിട്ട് ഒരു സൈനിക താവളം കൊണ്ടുവരാനാണ് അമേരിക്ക ശ്രമിക്കുന്നത്. ഇതിലൂടെ ഇന്ത്യയെയും ചൈനയെയും ഇറാനെയും ഒക്കെ നിരീക്ഷിക്കുവാനും ഒരു പരിധിവരെ അമേരിക്കയ്ക്ക് ഈ രാജ്യങ്ങളെ ബ്ലാക്ക് മെയിൽ ചെയ്യാനും കഴിയുമെന്നാണ് അവർ കണക്കൂട്ടുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ അമേരിക്ക ലക്ഷ്യമിടുന്നത്? അമേരിക്കയെ പോലുള്ള വലിയ രാജ്യങ്ങൾ ഏതൊരു തരത്തിലുള്ള നീക്കവും നടത്തുന്നത് പൊളിറ്റിക്കൽ പവർ നേടാനല്ല, അതിനോടൊപ്പം തന്നെ എക്കണോമിക് പവർ സെക്യൂർ ചെയ്യാൻ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം വാർത്തകൾ അറിയുന്ന സമയത്ത് നമ്മൾ നമ്മുടെ സാമ്പത്തിക കാര്യങ്ങളിൽ കൂടി കുറച്ച് താല്പര്യം കാണിച്ചാൽ നല്ലതാണ്. അതുകൊണ്ട് സമ്പാദിക്കുന്നതിന്റെ കുറച്ചു ഭാഗം എപ്പോഴും നിക്ഷേപിക്കാൻ തയ്യാറാവുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ മാർക്കറ്റിലൊക്കെ നിക്ഷേപിക്കുന്നത് റിസ്ക് അല്ലേ എന്ന് തോന്നാം. പക്ഷെ അപ്പോൾ ക്യാപിറ്റൽ ഗ്യാരണ്ടീഡ് ആയിട്ട്, അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പണം 1 രൂപ പോലും നഷ്ടപ്പെടാതെ തന്നെ മാർക്കറ്റിൽ നന്നായി പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് ലാഭം കിട്ടത്തക്ക വിധത്തിൽ നിക്ഷേപ പദ്ധതികളുണ്ട്. അത്തരത്തിലൊന്നാണ് ആക്സിസ് മാക്സ് ലൈഫിന്റെ NFO BSE 500 ഡിവിഡൻഡ് ലീഡേഴ്സ് 50 ഇൻഡെക്സ് ഫണ്ട്. ബാങ്കുകളൊക്കെ 5-6% റിട്ടേൺ നൽകുമ്പോൾ ഈ NFOയുടെ ഇൻഡെക്സ് കഴിഞ്ഞ 5-7 വർഷങ്ങളിൽ 36.3%, 22.3% CAGR റിട്ടേൺസ് നൽകിയിട്ടുണ്ട്. അതായത് 2015 നിങ്ങൾ ഈ ഇൻഡെക്സിൽ ഒരു 10 ലക്ഷം രൂപ ഇട്ടിരുന്നുവെങ്കിൽ ഇന്നത് 73 ലക്ഷം രൂപയായി മാറിയേനെ. അപ്പൊ ഇവിടെ എത്ര മടങ്ങാണ് ലാഭമെന്ന് നോക്കുക. ചരിത്രം ആവർത്തിക്കുമോ എന്ന് പറയാനാകില്ലെങ്കിലും ഈ ഇൻഡെക്സിനെ റെപ്ലിക്കേറ്റ് ചെയ്യുന്ന ഈ NFOയിൽ നിങ്ങൾക്ക് നവംബർ 20 വരെ നിക്ഷേപിക്കാം. അതിനുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുത്തിട്ടുണ്ട്. NAV 10 രൂപയാണ്. നിങ്ങൾക്കിവിടെ എത്ര വലിയ തുക വേണമെങ്കിലും നിക്ഷേപിക്കാവുന്നതാണ്. പിന്നെ നമ്മൾ അടയ്ക്കുന്ന പ്രതിമാസ പ്രീമിയത്തിന്റെ 120 മടങ്ങ് വരുന്ന ലൈഫ് കവറും ലഭിക്കും. മാത്രമല്ല പ്രതിവർഷം 2.5 ലക്ഷം വരെ നിക്ഷേപിച്ചാലും ലഭിക്കുന്ന ലാഭത്തിന് നികുതിയും ഉണ്ടാവില്ല. അതുപോലെ പ്രവാസികൾ മാസം 18,000 രൂപ വീതം നിക്ഷേപിച്ചാൽ 2 കോടിയൊക്കെ റിട്ടേൺ സാധ്യത ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ മറക്കേണ്ട, ഈ NFOയിൽ നിക്ഷേപിക്കാനുള്ള അവസാന തീയതി നവംബർ 20 വരെയാണ്. അതായത് ഇനി 7 ദിവസങ്ങൾ മാത്രം. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാനും നിക്ഷേപിക്കുവാനും സാധിക്കും. അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്താലും മതി.
ലോകത്തെ വളരെ പ്രധാനപ്പെട്ടൊരു ശക്തി തന്നെയാണ് അമേരിക്ക. അമേരിക്കയുടെ ഒരു അനുമതിയില്ലാതെ, അമേരിക്കയെ കബളിപ്പിച്ചുകൊണ്ട്, അമേരിക്ക അറിയാതെ ലോകത്ത് ആണവായുധം വികസിപ്പിച്ചെടുത്ത ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ചൈന ആണവായുധം വികസിപ്പിച്ചെടുത്തപ്പോഴാണ് നമുക്കും അത് വികസിപ്പിക്കേണ്ടതായിട്ട് വന്നത്. ഒരു പക്ഷേ ടെക്നോളജി പരമായിട്ട് നോക്കിയാൽ ചൈനയ്ക്ക് മുമ്പേ തന്നെ വേണമെങ്കിൽ ഇന്ത്യക്ക് ആണവായുധം വികസിപ്പിക്കാൻ കഴിയുമായിരുന്നുവെന്ന് നമ്മുടെ ആണവായുധത്തിൻ്റെ ശില്പികളിൽ ഒരാളായിട്ടുള്ള, അല്ലെങ്കിൽ ആണവായുധത്തിൻ്റെ പിതാവെന്നൊക്കെ അറിയപ്പെടുന്ന ഹോമി ജെ ഭാഭ വിശ്വസിച്ചിരുന്നു. പക്ഷേ ഇന്ത്യ അങ്ങനെ ഒരു പ്രവോക്ക് ചെയ്യുന്ന നിലപാടിലേക്ക് പോയിരുന്നില്ല. 62-ലെ യുദ്ധം, ചൈനയുടെ ആണവായുധം വികസിപ്പിക്കൽ, ഇതെല്ലാം നമുക്കൊരു സുരക്ഷാ ഭീഷണി ഉണ്ടാക്കിയും പിന്നീട് നമുക്കും ആണവായുധം വികസിപ്പിക്കേണ്ടി വരികയും ഒക്കെ ചെയ്തു എന്നതാണ് യാഥാർത്ഥ്യം. ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് നമ്മൾ ആണവ പരീക്ഷണങ്ങൾ നടത്തുകയും തുടർ പരീക്ഷണങ്ങൾ അടൽ ബിഹാരി വാജ്പേയിയുടെ കാലത്ത് നടത്തുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇന്ത്യ ആണവായുധം വികസിപ്പിച്ചത് അമേരിക്കയെ ഞെട്ടിച്ചൊരു സംഭവമാണ്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് നിരന്തരമായി യുദ്ധങ്ങളിൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാൻ വലിയ ഭീതിയിലായി. അവർ അമേരിക്കയുടെ അടുത്ത് സാഷ്ടാംഗം പോയിട്ട് പ്രണമിച്ചു, നമുക്കും ആണവായുധം വേണം എന്നവർ ആഗ്രഹിച്ചു. അങ്ങനെ പാകിസ്ഥാന് അമേരിക്കയുടെ ആശീർവാദം ഉണ്ടായിരുന്നു. ആ ആശീർവാദത്തോടെയാണ് പാകിസ്ഥാൻ AQ ഖാൻ്റെ നേതൃത്വത്തിൽ ആണവായുധം വികസിപ്പിക്കുന്നത്. ഇതിൻ്റെ പുറകിൽ ഇപ്പോഴും ചുരുളഴിയാത്ത ഒരുപാട് രഹസ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്. ഇസ്രയേൽ പലതവണ പാകിസ്ഥാൻ ആണവായുധം വികസിപ്പിക്കുന്നതിനെ തടയാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അന്നൊക്കെ ഇസ്രയേലിന് കുറുകെ നിന്നത് അമേരിക്കയാണ്. അത് വേണ്ട, അവർ നിങ്ങൾക്കെതിരെ ഒരിക്കലും വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രയേലിന് കുറുകെ നിന്നുകൊണ്ട് പാകിസ്ഥാൻ ആണവായുധം വികസിപ്പിക്കുന്നെങ്കിൽ വികസിപ്പിച്ചോട്ടെ എന്നൊരു നിലപാട് അമേരിക്ക എടുത്തിട്ടുണ്ട്. കോൺസ്പിറസി തിയറികൾ അനുസരിച്ച് അമേരിക്കയും ചൈനയും ഉൾപ്പെടെ പല ഘട്ടങ്ങളിലും ആണവായുധം ഡെവലപ്പ് ചെയ്യാൻ പാകിസ്ഥാനെ സഹായിച്ചിട്ട് പോലും ഉണ്ടത്രേ, നമുക്കറിയില്ല. അപ്പോൾ എന്താണെങ്കിലും പാകിസ്ഥാൻ ആണവായുധം ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അമേരിക്കയുടെ ആശീർവാദത്തോടെ തന്നെയായിരിക്കും. കാരണം ലോകത്തൊരു ഇസ്ലാമിക രാജ്യത്തിൻ്റെ കയ്യിലും ആണവായുധം കിട്ടരുത് എന്ന് തന്നെയാണ് അമേരിക്ക ആഗ്രഹിക്കുന്നത്, ഇസ്രയേൽ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ തെളിവാണ് ഇപ്പോൾ ഇറാൻ ആണവായുധം വികസിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അമേരിക്കയും ഇസ്രയേലും ചേർന്ന് അതിനെ തടഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ രണ്ട് രാജ്യങ്ങളും പാകിസ്ഥാൻ ആണവായുധം വികസിപ്പിച്ചപ്പോൾ മിണ്ടാതിരുന്നിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ പുറകിൽ എന്തോ ഒരു കാരണമുണ്ട്. എന്ന് വെച്ചാൽ പാകിസ്ഥാൻ്റെ ആണവായുധത്തിന് മേൽ അമേരിക്കയുടെ ഒരു നിയന്ത്രണം എല്ലാ കാലവും ഉണ്ടായിരുന്നു എന്ന വെളിപ്പെടുത്തലുകൾ ഈ അടുത്ത കാലത്ത് കൂടി മുൻ അമേരിക്കൻ സൈനികരുടെ ഭാഗത്തു നിന്ന്, മുൻ അമേരിക്കൻ ചാരപ്രവർത്തകരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഏജന്റുമാരുടെ അടുത്തു നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവിടെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എല്ലാ കാലവും അങ്ങനെയെങ്കിൽ അമേരിക്ക പാകിസ്ഥാന് മേലൊരു നിയന്ത്രണം അവരുടെ കയ്യിൽ തന്നെ വെച്ചിട്ടുണ്ടാകണം. ഇപ്പോൾ അമേരിക്ക പറയുകയാണ്, അല്ലെങ്കിൽ അമേരിക്ക ആഗ്രഹിക്കുകയാണ് പാകിസ്ഥാനിൽ ഒരു പൂർണ്ണമായ ഫെസിലിറ്റീസ് ഉള്ള ഒരു സൈനിക താവളം വേണമെന്ന്. സോ ഇതിന് എത്രത്തോളം സാധ്യതകളുണ്ട്? ഓൾറെഡി ചൈനയും പാകിസ്ഥാനും തമ്മിൽ നല്ല ടേംസിലാണ്. അങ്ങനെ നല്ല ടേംസിൽ ഇരിക്കുമ്പോൾ പാകിസ്ഥാൻ അമേരിക്കയെ ഒരു സൈനിക താവളം കൊണ്ടുവരാനായിട്ട് അനുവദിക്കുമോ? ഇതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഇവിടെ ചൈനയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക പാകിസ്ഥാനെ സഹായിക്കുന്നത് പോലെ ഒരിക്കലും ചൈന സഹായിക്കില്ല. ചൈന കൂടുതലും ലോണുകൾ കൊടുത്ത് സഹായിക്കും. അമേരിക്ക കൊടുക്കുന്നത് എയ്ഡെന്നും പറഞ്ഞ് സാമ്പത്തിക സഹായങ്ങളും മറ്റ് ഇതര സഹായങ്ങളുമൊക്കെ ഒരു സൗജന്യമായിട്ടാണ് അമേരിക്ക കൊടുക്കുന്നത്. ഈ അമേരിക്കയുടെ സഹായമാണ് കൂടുതലും പാകിസ്ഥാൻ ഇഷ്ടം, പാകിസ്ഥാൻ പട്ടാളത്തിന്. കാരണം തിരിച്ചു കൊടുക്കണ്ട, സൗജന്യമായിട്ടാണ് തരുന്നത്. പക്ഷെ ചൈനയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. ചൈന ഇഷ്ടം പോലെ പൈസ കൊടുക്കും, എല്ലാം ലോണ് എന്ന് പറഞ്ഞിട്ടായിരിക്കും കൊടുക്കുന്നത്. അവിടെ ചൈനയുമായിട്ടുള്ള ബന്ധത്തേക്കാൾ കൂടുതലും പാകിസ്ഥാൻ എപ്പോഴും ഗുണം അമേരിക്കയുമായിട്ടുള്ള ബന്ധത്തിന് തന്നെയാണ്. ഏതെങ്കിലും ഒരു കാരണത്താൽ അമേരിക്ക ഒരു വലിയ സൈനിക താവളം നിർമ്മിക്കാൻ പദ്ധതി ഇടുന്നുണ്ടെങ്കിൽ കുറച്ച് മില്യൺസ് അവർ പാകിസ്ഥാൻ പട്ടാളത്തിന് ഓഫർ ചെയ്താൽ മാത്രം മതി. പാകിസ്ഥാൻ പട്ടാളം എന്തിനും വഴങ്ങിക്കൊടുക്കുമെന്നുള്ളതാണ്. സോ ഇവിടെയാണ് ചാബഹാർ പോർട്ടിനും ഗ്വാഡർ തുറമുഖത്തിനും ഇടയിൽ. ഈ ചാബഹാർ പോർട്ട് ഇന്ത്യ ഓപ്പറേറ്റ് ചെയ്യുന്ന തുറമുഖമാണ്, ഇറാനിലാണ്. ഗ്വാദർ തുറമുഖം എന്ന് പറയുന്നത് ചൈനയ്ക്ക് താല്പര്യമുള്ള തുറമുഖമാണ്. അവിടെ ചൈനയ്ക്കാണ് കൂടുതൽ സ്വാധീനമുള്ളത്. കാരണം ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ വഴി കൊണ്ടുവരുന്ന ചരക്ക് ഈ തുറമുഖത്തിലായിരിക്കും എത്തിക്കുക. അപ്പം ഇതിന് രണ്ടിനും ഇടയിലായിട്ട് അമേരിക്കയുടെ ഒരു സൈനിക താവളം എന്ന് പറയുന്നത് തന്ത്രപരമായി നോക്കിയാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ചൊരു തീരുമാനമാണ്. അമേരിക്കയുടെ ഭയങ്കരമായ സ്വാധീനം അമേരിക്കയ്ക്ക് ആ ഒരു മേഖലയിൽ കൊണ്ടുവരാൻ പറ്റും. ഇതിനെ ഇന്ത്യയും ചൈനയും അനുകൂലിക്കുമോ എന്നുള്ളത് വേറെ കാര്യം. പക്ഷെ പാകിസ്ഥാൻ ഇതിന് തയ്യാറായി കഴിഞ്ഞാൽ ഇന്ത്യയും ചൈനയും എതിർത്താലും ഇല്ലെങ്കിലും അമേരിക്കയ്ക്ക് അവിടെ ഒരു സൈനിക താവളം കൊണ്ടുവരാം. അമേരിക്കയുടെ ഒരു സൈനിക താവളം എന്ന് പറയുമ്പോൾ അമേരിക്കയുടെ മുഴുവൻ സംവിധാനങ്ങളും അവിടെ എത്തുകയാണ്. അവരുടെ യുദ്ധവിമാനങ്ങൾ ഉണ്ടാവും, അവരുടെ മുങ്ങിക്കപ്പലുകൾ ഉണ്ടാവും, അവരുടെ വിമാനവാഹിനി കപ്പലുകൾ ഉണ്ടാവും, അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾ ഉണ്ടാവും, അമേരിക്കയുടെ എല്ലാ ഫെസിലിറ്റീസും അവിടെ ഉണ്ടാവും. അതിലുപരി നിരീക്ഷണ വിമാനങ്ങളും റഡാർ സംവിധാനങ്ങളും സകല ഫെസിലിറ്റീസും അവരവിടെ ഒരുക്കുമെന്നുള്ളതാണ്. ഇതിലൂടെ ഇന്ത്യയും
ഇറാനെയും അഫ്ഗാനിസ്ഥാനെയും ചൈനയും വരെ അമേരിക്കയ്ക്ക് നിരീക്ഷിക്കുവാനും തന്ത്രപരമായ ഇടപെടലുകൾ നടത്താനും ഈ ഒരു നീക്കത്തിലൂടെ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പുറത്തു വരുന്ന വാർത്ത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഇനി പാകിസ്ഥാന്റെ മണ്ണിൽ അമേരിക്കയുടെ സൈനിക താവളം വന്നു കഴിഞ്ഞാൽ ഓൾറെഡി അമേരിക്കയ്ക്ക് പാകിസ്ഥാനിൽ വലിയ സ്വാധീനമുണ്ട്. അതിന് പുറകെ പതിയെ പതിയെ അമേരിക്ക പാകിസ്ഥാനിൽ പിടിമുറുക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. നമ്മൾ ഈ ട്രംപിന്റെ സ്റ്റേറ്റ്മെന്റുകളെയൊന്നും അങ്ങനെ നിസ്സാരമായിട്ട് കാണരുത്. അമേരിക്ക വളരെ ചെറുതാണ്, അമേരിക്ക ഇനിയും വലുതാക്കണം, ഗ്രീൻലാൻഡും കാനഡയും പിടിച്ചെടുത്ത് അമേരിക്കയുടെ സംസ്ഥാനങ്ങളാക്കണം, ഇങ്ങനെയൊക്കെയുള്ള ട്രംപിന്റെ സ്റ്റേറ്റ്മെന്റുകൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ വെറും വിടുവായത്തം പറയുന്നതായിട്ടൊക്കെ തോന്നാം. പക്ഷെ അതിൽ ആഴത്തിൽ വലിയ പ്രാധാന്യം അതിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. കാരണം ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കയ്ക്ക് പഴയതുപോലെ ഏഷ്യയിൽ ശക്തി ഇപ്പോഴില്ല. കാരണം ഏഷ്യയിൽ ഇപ്പോഴും ചൈനയുടെയും ഇന്ത്യയുടെയും ഒരു വളർച്ചയുണ്ട്. അതിൽ തന്നെ ചൈന വളരെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നു, ടെക്നോളജിപരമായും സൈനികപരമായും ഒക്കെ. അതുപോലെ തന്നെ റഷ്യയുടെ സ്വാധീനം ഇപ്പോഴും ഇല്ലാതായിട്ടില്ല. റഷ്യയും കൂടുതൽ ശക്തമായിരിക്കുന്നു. ഒരു 2000, 2005, 10 കാലഘട്ടത്തിലുള്ള റഷ്യ അല്ല ഇന്ന്, വളരെ പവർഫുള്ളാണ്. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം വന്ന റഷ്യ താരതമ്യേന ദുർബലമായിരുന്നെങ്കിൽ ഇന്ന് റഷ്യയും വലിയൊരു ശക്തിയായിട്ട് നിൽക്കുകയാണ്. സോ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയ്ക്ക് പഴയ സ്വാധീനം ഇന്ന് ഈ ഏഷ്യയിൽ ഇല്ല എന്നൊരു വിലയിരുത്തലുണ്ട്. ഇസ്രായേലിൽ അമേരിക്കയ്ക്ക് സ്വാധീനമുണ്ടെങ്കിലും പാകിസ്ഥാനിൽ ചൈനയും പിടിമുറുക്കിയിട്ടുണ്ട്. അപ്പോൾ അമേരിക്ക ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ഏഷ്യയിൽ അമേരിക്കയ്ക്ക് കുറേ ഫെസിലിറ്റീസ് ആവശ്യമാണ്, കുറേ രാജ്യങ്ങളിൽ സ്വാധീനം ആവശ്യമാണ്. ഒരുപക്ഷെ അവർ അങ്ങനെ കണക്കൂട്ടുമ്പോൾ ഫിലിപ്പീൻസ് അവരുടെ മനസ്സിലുള്ള ഒരു രാജ്യമായിരിക്കാം. നടക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. അതുപോലെ പാകിസ്ഥാൻ അമേരിക്കയ്ക്ക് ഈസിയാണ്. കാരണം അവിടെ ഓൾറെഡി പട്ടാളത്തിന് വലിയ സ്വാധീനമുണ്ട്. എന്ന് വെച്ചാൽ പട്ടാളത്തിന് പൈസ എറിഞ്ഞാൽ എന്ത് നടക്കും. എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയേക്കാൾ കൂടുതൽ പ്രാധാന്യം ട്രംപ് അസീം മുനീർ എന്ന് പറയുന്ന അവരുടെ മിലിറ്ററി ചീഫിന് കൊടുക്കുന്നത്? കാരണം അവിടുത്തെ ജനാധിപത്യ സർക്കാർ എന്ന് പറയുന്നത് വെറും പാവകളാണ്. മിലിറ്ററിയാണ് അന്തിമ തീരുമാനം. അത് ട്രംപിന് അറിയാം. അതുകൊണ്ട് ട്രംപിന്റെ ഡീൽ എന്ന് പറയുന്നത് മിലിറ്ററിയുമായിട്ടാണ്. മിലിറ്ററിയെ കൈപ്പിടിയിൽ ഒതുക്കാൻ സിമ്പിളാണ്. കുറെ ഫണ്ട് ഇറക്കിയാൽ മതി, പൈസ ഇറക്കിയാൽ മതി, കൂട്ടത്തിൽ കുറച്ച് ആയുധങ്ങളൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വീഴും. അത്രയേ ഉള്ളൂ. പൈസയുടെ അപ്പുറം ഒന്നുമില്ല പാകിസ്ഥാൻ മിലിറ്ററിക്ക്. പ്രത്യേകിച്ച് ഇപ്പോൾ അസീം മുനീറിന് പാകിസ്ഥാനിൽ കൂടുതൽ സ്വാധീനം വേണം. അതിനും ട്രംപ് മൗന സമ്മതം കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് പാകിസ്ഥാനിൽ ഇപ്പോൾ കാണാത്ത വിധത്തിൽ ഒരു മിലിറ്ററിക്ക് അമിത സ്വാധീനമുള്ളതായി കാണുന്നത്. അപ്പോൾ അമേരിക്ക ഓക്കെയാണ്, പാകിസ്ഥാൻ മിലിറ്ററി ഭരിച്ചാലും അമേരിക്ക ഓക്കെയാണ്. അമേരിക്കയ്ക്ക് അവരുടെ താല്പര്യങ്ങളാണ് ഇമ്പോർട്ടൻറ്റ്. ഈ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു തവണ അമേരിക്കയുടെ ഒരു സൈനിക താവളം പാകിസ്ഥാനിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അവർ ഒഴിഞ്ഞു പോവില്ല എന്ന് മാത്രമല്ല, പാകിസ്ഥാൻ എന്നേക്കുമായിട്ട് അമേരിക്കയുടെ ഒരു സംസ്ഥാനം പോലെയായി മാറും. പക്ഷെ അവിടെ ഒരു പ്രത്യേകത, അമേരിക്കയുടെ ഒരു പൂർണ്ണ സംസ്ഥാനമായിട്ട് മാറുകയുമില്ല. എന്ന് വെച്ചാൽ അമേരിക്ക ഒരു രണ്ടാന്തരം സ്റ്റേറ്റ് ആയിട്ട് പാകിസ്ഥാനെ കാണും. അമേരിക്കക്കാരാവില്ല അവരൊരിക്കലും. അമേരിക്ക അവരുടെ സ്റ്റേറ്റുകൾക്ക് കൊടുക്കുന്ന ഒരു പ്രാധാന്യവും കൊടുക്കില്ല. പക്ഷെ അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അമേരിക്ക പാകിസ്ഥാനെ പിന്നീട് അങ്ങോട്ട് ഉപയോഗിക്കാൻ തുടങ്ങും. പാകിസ്ഥാനിലെ ജനങ്ങൾക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാകുമെന്ന് ചോദിച്ചാൽ ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. പാകിസ്ഥാനിലെ കുറേ പ്രദേശങ്ങൾ ഇനി അങ്ങോട്ട് അമേരിക്കയുടെ കൈപ്പിടിയിലായിരിക്കും. ഒരു പക്ഷേ ഏറെക്കാലത്തോളം അങ്ങനെ തന്നെയായിരിക്കും. കാരണം ഇന്ത്യ ശക്തമായിക്കൊണ്ടിരിക്കുന്നു, ചൈന ശക്തമായിക്കൊണ്ടിരിക്കുന്നു, ഇറാന്റെ ഭീഷണികളുണ്ട്. ഈ സമയത്ത് പാകിസ്ഥാനിൽ ഒരു ഇടം കിട്ടുക എന്ന് പറയുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. നമ്മൾ കേട്ടതാണ് എന്താണ് ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി നമ്മുടെ ഹസീന പറഞ്ഞത് എന്ന്. ബംഗ്ലാദേശിലെ ഒരു ദ്വീപാണ് ചോദിച്ചത് അമേരിക്കൻ മിലിറ്ററി ഫെസിലിറ്റീസിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് കൊടുത്തിരുന്നെങ്കിൽ ഹസീനയ്ക്ക് ഇപ്പോഴും ഭരിക്കാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ അമേരിക്ക പാകിസ്ഥാനിലെ ഒരു പ്രദേശം ചോദിച്ചിരിക്കാം, പ്രത്യേകിച്ച് അറേബ്യൻ സീക്ക് അഭിമുഖമായിട്ട്. ഇതിലൂടെ അമേരിക്കയ്ക്ക് വലിയ സൈനിക ഫെസിലിറ്റീസ് അവിടെ കൊണ്ടുവരാം. പാകിസ്ഥാൻ സൈന്യത്തിന് എപ്പോഴും ഇന്ത്യയെ ഭയമാണ്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം. അവർ തള്ളി മറിക്കുന്ന പോലെയൊന്നുമല്ല, വെറും പേടിയാണ് അവർക്ക്. അപ്പോൾ ഇവിടെ അമേരിക്ക ഒരു സൈനിക താവളവുമായിട്ട് വന്നു കഴിഞ്ഞാൽ ഭാവിയിൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ മീഡിയേറ്ററായിട്ട് എപ്പോഴും അമേരിക്ക ഉണ്ടാവും. അമേരിക്ക ഒരു പരിധിവരെ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുമെന്ന് അവർ കണക്കൂട്ടുന്നുണ്ട്. കാരണം അവരുടെ രാജ്യത്തൊരു സൈനിക താവളമുള്ളതല്ലേ അമേരിക്കയ്ക്ക്. അപ്പോൾ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുമോ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുമോ? അപ്പോൾ അമേരിക്കയുടെ ഒരു സപ്പോർട്ട് എല്ലാ കാലവും ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ പാകിസ്ഥാൻ കണക്കൂട്ടുന്നത് അമേരിക്കയുടെ ഒരു കെയറിങ് അല്ലെങ്കിൽ അമേരിക്കയുടെ ഒരു പ്രൊട്ടക്ഷൻ അമേരിക്കൻ സൈനിക താവളം പാകിസ്ഥാൻ വരുന്നതിലൂടെ കിട്ടുമെന്നുള്ളതാണ്. അതേസമയത്ത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പൊട്ടൻഷ്യൽ സൂപ്പർ പവേഴ്സ് എന്ന് കരുതപ്പെടുന്ന ചൈന, ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളെയും അഫ്ഗാനിസ്ഥാൻ, ഇറാൻ പോലെ അമേരിക്കയുടെ ശത്രു രാജ്യങ്ങളെയും അവർക്ക് നിരീക്ഷിക്കാനും ആ രാജ്യങ്ങളിൽ ഇടപെടൽ നടത്താനും വരെ കഴിയുന്ന തരത്തിലെ തന്ത്രപരമായ ഒരു പൊസിഷനിലാണ് പാകിസ്ഥാൻ ഇരിക്കുന്നത്. സോ അവിടെ ഒരു സൈനിക താവളം എന്ന് പറയുന്നത് അമേരിക്കയ്ക്ക് ഭയങ്കരമായ അഡ്വാൻറ്റേജ് കൊടുക്കും. സോ ഇത് പാകിസ്ഥാനിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഒരു ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമാണ്. കാരണം അവരുടെ സ്വന്തം രാജ്യം മറ്റൊരു രാജ്യത്തിനു മേൽ
കീഴ്പ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് അവർ അറിയുന്നോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇതും അതിജീവിക്കും. കാരണം ഓൾറെഡി നമുക്ക് പാകിസ്ഥാനും ചൈനയും തരുന്ന വെല്ലുവിളികൾ ചില്ലറയൊന്നുമല്ല. ഭീകരവാദം, അതിർത്തിയിലെ പ്രശ്നങ്ങൾ, 2 ആണവ രാഷ്ട്രങ്ങളാണ് അതിർത്തിയിലുള്ളത്. സോ നമ്മൾ ഓൾറെഡി നമ്മൾ ഇതൊക്കെ നേരിട്ട് അങ്ങേ അറ്റം എത്തി നിൽക്കുകയാണ്. അവിടെ ഇനിയിപ്പോൾ അമേരിക്ക വന്നൊരു സൈനിക താവളം ഉണ്ടാക്കിയാലും ഇന്ത്യ അതിനെ അതിജീവിക്കും, അത്രേ ഉള്ളൂ. നമുക്കിപ്പോൾ അതിനപ്പുറം അതിനകത്തൊന്നുമില്ല. നമുക്ക് എന്തായാലും ഓൾറെഡി കുറേ പ്രശ്നങ്ങളുണ്ട്, കൂട്ടത്തിലൊന്ന്, അത്രേ ഉള്ളൂ. പക്ഷെ പാകിസ്ഥാനെ കാത്തിരിക്കുന്നത് അവരുടെ അസ്തിത്വം തന്നെ ഇല്ലാതാവും. ആ രാജ്യത്തിന്റെ പരമാധികാരം വൈറ്റ് ഹൗസിലായിരിക്കും ഇരിക്കുന്നത്. വൈറ്റ് ഹൗസിൽ ഇരിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് തീരുമാനിക്കും പാകിസ്ഥാൻ എങ്ങോട്ടൊക്കെ ചലിക്കണമെന്നുള്ളത്. അതാണ് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നത്. വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ നിക്ഷേപ അവസരത്തെക്കുറിച്ച് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. നവംബർ 20 വരെയാണ് നിങ്ങൾക്ക് ഈ NFOയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അവസരമുണ്ടായിരിക്കുക. അതായത് ഇനി 7 ദിവസം കൂടി. ലിങ്ക് ഞാൻ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അതിൽ പോയി കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതി. കൂടാതെ മലയാളത്തിൽ കസ്റ്റമർ കെയർ സേവനവും ലഭ്യമാണ്. അതുമല്ലെങ്കിൽ ഹോം വിസിറ്റിന് റിക്വസ്റ്റ് കൊടുത്താൽ അവരുടെ ഒരു ഏജന്റ് വീട്ടിൽ വന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് നൽകും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.